തല്ല് ഇഷ്ടം പോലെ കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ വീട്ടിൽ 5ാമത്തെ ആളാണ്. അപ്പം മൂത്ത ആളിന് അടി കൊടുക്കാൻ പറ്റാത്ത കാര്യത്തിന് നമുക്ക് അടി കിട്ടും. താഴെയുള്ള ഒരു കൊച്ചായിരിക്കുന്നതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് അടി കിട്ടുക. പഠിക്കുന്ന ക്ലാസ്സിലൊക്കെ സാധാരണ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ അടി കുറവായിരുന്നു. എന്നാലും ക്ലാസ്സിൽ കളിച്ചിട്ട് സമയത്തിന് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. വീട്ടിലങ്ങനെയല്ല. വീട്ടിൽ ഒരാഴ്ചക്ക് ഒരുക്കി വയ്ക്കുന്ന അടികളാണ്. അമ്മ ഒരാഴ്ചക്കകത്താണ് അടി തരുന്നത്. ഒരു ദിവസം വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്ത് പറഞ്ഞതൊക്കെ തെറ്റിച്ചതും അനുസരിപ്പിക്കാത്തതിലായ കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് ആ വിചാരണയായിരുന്നു നമുക്ക് ഏറ്റവും പാടുപെടുന്ന ഒരു സ്ഥലം. അടിയും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് തീരും. പക്ഷേ ഈ വിചാരണ സമയം ഭയങ്കര പാടായിരുന്നു. അങ്ങനെ വിചാരണ ചെയ്ത് ആഴ്ചയിലൊരിക്കൽ അടി കിട്ടും. അപ്പോൾ പല പറഞ്ഞാൽ എപ്പോഴും ഇതാണ് പറഞ്ഞാൽ അനുസരിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വലിയ കുറ്റങ്ങളൊന്നും അല്ലെങ്കിലും ഈ ആളുകൾ കുസൃതികൾ എന്ന് പറയുന്നതിനൊക്കെ ആയിരിക്കും അടിയെല്ലാം കിട്ടുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അടി കിട്ടുക, അടി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കാര്യമായിരുന്നു. അതുകൊണ്ട് അമ്മ മാത്രമല്ല, അമ്മയും അച്ഛനും, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ, പിന്നെ നാട്ടിൽ തന്നെ ഇച്ചിരി പ്രായമായവരും എല്ലാവരും നമുക്കൊക്കെ അടി വരുമായിരുന്നു. അത് നമ്മളിങ്ങനെ അത്ഭുതപ്പെടും. മാവിൻ്റെ മണ്ടയിലൊക്കെ നമ്മളിങ്ങനെ കയറിയിരുന്ന് മറ്റു കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരാൾ താഴെ കൂടി ഇങ്ങനെ വരുന്നത്. അയാളിങ്ങനെ നോക്കി വെച്ച്, നീ ആ വീട്ടിലേ അല്ലേ എന്ന് ചോദിക്കും. ആണെന്ന് എന്ന് പറയാം. എന്നിട്ട് ചെവിയിലൊക്കെ പിടിച്ച് ഒരടി ചന്തിക്കും തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ആ മരത്തിൻ്റെ മണ്ടയിൽ ഇപ്പോൾ വീണേനെ ഞാൻ കണ്ടില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാവരും അടി തരുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നത്. പ്രായമായവർ കുട്ടികളെ എല്ലാവരും പേരൻ്റ് ചെയ്ത് വളർത്തുന്ന ഒരു കാലത്ത് അടിയായിരുന്നു ഒരു പ്രധാന വിനോദം.